ഹലോ എവരിവൺ. അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൻ്റെ 4ാമത്തെ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വേരിയേഷൻസ് ഓഫ് അസൈൻമെൻറ്റ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമ്മളൊരു അസൈൻമെൻറ്റ് പ്രോബ്ലം ചെയ്തു വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ പഠിച്ചിരുന്ന രീതിയിലല്ലാണ്ട് വേറെ രീതിയിൽ പ്രോബ്ലംസ് വരാം. അപ്പോൾ അങ്ങനെ വേരിയേഷൻസ് 4 വിധത്തിലാണ് വരുന്നത്. ഒന്നാമത്തേത് മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ, രണ്ടാമത്തേത് മാക്സിമൈസേഷൻ കേസ്, മൂന്നാമത്തേത് അൺബാലൻസ്ഡ് അസൈൻമെൻറ്റ് പ്രോബ്ലം, ആൻഡ് നാലാമത്തേത് റെസ്ട്രിക്ഷൻസ് ഓൺ അസൈൻമെൻറ്റ്. അപ്പോൾ നമുക്ക് ഓരോ വേരിയേഷൻസ് വരുമ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം ഒക്കെയുള്ളത് പഠിക്കാം. ഒന്നാമത്തെ വേരിയേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. വൈൽ മേക്കിംഗ് ആൻ അസൈൻമെൻറ്റ് ഇൻ ദ റെഡ്യൂസ്ഡ് അസൈൻമെൻറ്റ് മെട്രിക്സ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് 2 or more ways to strike off a certain number of zeros. നമ്മൾ അസൈൻമെൻറ്റ് കൊടുത്തു വരുമ്പോഴത്തേക്കും ഒന്നോ അതിലധികമോ സീറോസിനെ സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയാനായിട്ടും പല വിധത്തിൽ നമുക്ക് സ്ട്രൈക്ക് ഓഫ് ചെയ്ത് കളയാനായിട്ടും പറ്റും. അതായത് നമുക്കിപ്പം കുറേ സീറോസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒരു സീറോ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ സെലക്ട് ചെയ്യുന്ന ഏത് സീറോ സെലക്ട് ചെയ്യണം എന്നുള്ളതിൽ പോലും നമുക്ക് ഓപ്ഷൻസ് വരാം. പല സീറോസ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് വരാം. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വരുവാണ്. സച്ച് എ സിറ്റുവേഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദെയർ ആർ മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് വിത്ത് ദ സെയിം ഒപ്റ്റിമൽ വാല്യൂ ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സീറോനെ ബേസ് ചെയ്തിട്ട് നമുക്ക് മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ, എത്ര സീറോസ് നമുക്ക് മാറ്റി സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു അത്രയും മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് നമുക്ക് ഉണ്ടാവാം എന്നുള്ളതാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെ വരുമ്പോഴും നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ, അതായത് നമുക്ക് ഒപ്റ്റിമമായിട്ട് കിട്ടുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ സെയിം തന്നെയായിരിക്കും. നമ്മൾ സീറോ മാറ്റി സെലക്ട് ചെയ്തു എന്ന് വെച്ചിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ മാറത്തില്ല, അസൈൻമെൻറ്റ് മാത്രമേ മാറുള്ളൂ. അപ്പോൾ അടുത്തത് മാക്സിമൈസേഷൻ കേസ് ഇൻ അസൈൻമെൻറ്റ് പ്രോബ്ലം. ഇഫ് ഇൻസ്റ്റെഡ് ഓഫ് എ കോസ്റ്റ് മെട്രിക്സ് ഓർ എ പ്രോഫിറ്റ് മെട്രിക്സ് ഈസ് ഗിവൺ, the assignment are made in such a way that the total profit is maximized. ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഒരു കോസ്റ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഒരു കോസ്റ്റ് മെട്രിക്സിന് പകരമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോഫിറ്റ് മെട്രിക്സ് ആണെങ്കിൽ, കോസ്റ്റ് മെട്രിക്സ് ആകുമ്പോഴാണ് നമ്മൾ മിനിമൈസേഷൻ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു പ്രോഫിറ്റ് മെട്രിക്സ് ആണെങ്കിൽ പ്രോഫിറ്റ് നമ്മളെപ്പോഴും മാക്സിമൈസ് ചെയ്യാനേ നോക്കുകയുള്ളൂ. അപ്പോൾ ഒരു പ്രോഫിറ്റ് മെട്രിക്സ് തന്നിരിക്കുന്നെങ്കിൽ നമ്മൾ അതിനെ മാക്സിമൈസ് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ അസൈൻമെൻറ്റ് കൊടുക്കാനായിട്ട്. ഇത് Profit maximization assignment problems are solved by converting them into a cost minimization problem in either of the following 2 ways. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ കോസ്റ്റ് മിനിമൈസേഷൻ പ്രോബ്ലമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അസൈൻമെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യാനായിട്ടും താഴെ പറയുന്ന 2 വിധത്തിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടും പറ്റും. ഒന്നാമത്തെ വിധം, put a negative sign before each of the element in the profit matrix in order to convert the profit value into cost values. നമുക്ക് പ്രോഫിറ്റ് മെട്രിക്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഓരോ എൻട്രീനെയും നെഗറ്റീവ് സൈൻ വെച്ചിട്ട്, എത്ര എൻട്രീസ് ഉണ്ടോ അതിന് എല്ലാത്തിനും നെഗറ്റീവ് സൈൻ കൊടുക്കുമ്പോഴത്തേക്കും നമുക്കതിനെ കോസ്റ്റ് വാല്യൂസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഒന്നാമത്തെ രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത്, ലൊക്കേറ്റ് ദ ലാർജസ്റ്റ് എലമെൻറ്റ് ഇൻ ദ പ്രോഫിറ്റ് മെട്രിക്സ് ആൻഡ് ദെൻ സബ്ട്രാക്ട് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദ മെട്രിക്സ് ഫ്രം ദ ലാർജസ്റ്റ് എലമെൻറ്റ് ഇൻക്ലൂഡിങ് ഇറ്റ് സെൽഫ്. നമ്മുടെ മുഴുവൻ മെട്രിക്സ് നോക്കണം, എന്നിട്ട് അതിൽ ഏറ്റവും വലിയ എലമെൻറ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ എലമെൻറ്റിൽ നിന്ന് നമ്മുടെ ഓരോ എലമെൻറ്റും മൈനസ് ചെയ്യണം. ഓരോ എലമെൻറ്റും മൈനസ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളത്തിൽ എഴുതണം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് മെട്രിക്സിനെ ഒരു കോസ്റ്റ് മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഈ രണ്ടാമത്തെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ദ ട്രാൻസ്ഫോംഡ് അസൈൻമെൻറ്റ് പ്രോബ്ലം ക്യാൻ ബി സോൾവ്ഡ് ബൈ യൂസിങ് ദ യൂഷ്വൽ ഹംഗേറിയൻ മെത്തേഡ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ആ കോസ്റ്റ് മെട്രിക്സ്, ഇപ്പം നമ്മൾ ഈ 2 വിധത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രോഫിറ്റ് മെട്രിക്സിനെ കോസ്റ്റ് മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ യൂഷ്വൽ ഹംഗേറിയൻ മെത്തേഡ് വെച്ചിട്ട് ബാക്കി പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ കമ്പനി ഓപ്പറേറ്റ് ഇൻ 4 territories and 4 salesmen available for an assignment. The territories are not equally rich in their sales potential. It is estimated that a typical salesman operating in each territory would bring the following annual sales. ഒരു കമ്പനി 4 സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട്, 4 സ്ഥലത്ത് കമ്പനിക്ക് ബ്രാഞ്ചസ് ഉണ്ട്, അതുപോലെ തന്നെ 4 സെയിൽസ്മാനും ഉണ്ട്. അപ്പോൾ
ഓരോ ടെറിട്ടറിയുടെ സെയിൽസ് പൊട്ടൻഷ്യൽ, അതായത് അവിടെ നമുക്ക് വിൽക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ ആ ഒരു പൊട്ടൻഷ്യൽ അത് വ്യത്യാസമായിരിക്കും. അപ്പോൾ നമ്മളൊരു ടിപ്പിക്കൽ സെയിൽസ്മാൻ, ഇന്ന സെയിൽസ്മാനിലല്ല, ഏതെങ്കിലും ഒരു സെയിൽസ്മാൻ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആനുവൽ സെയിൽസാണ് ഈ തന്നിരിക്കുന്ന കോളത്തിൽ, ഈ തന്നിരിക്കുന്ന ഈ ഡാറ്റ തന്നിരിക്കുന്നത്. ഒരു ടിപ്പിക്കൽ സെയിൽസ്മാൻ അവിടെ ഒരു സെയിലിന് പോയി കഴിഞ്ഞാൽ ഓരോ ടെറിട്ടറിയിലും നമുക്ക് എത്ര സെയിൽ, ആനുവലായിട്ട് എത്ര സെയിൽ നടത്താൻ പറ്റും എന്നുള്ളതാണ് ഈ കോളത്തിൽ തന്നിരിക്കുന്നത്. 4 സെയിൽസ്മാൻ ഓൾസോ ഡിഫർ ഇൻ ദ അബിലിറ്റി. നമ്മൾ പറഞ്ഞു 4 സെയിൽസ്മാൻ ഉണ്ടെന്ന് പറഞ്ഞു. അവർക്ക് 4 പേർക്കും അവരുടെ അബിലിറ്റിക്ക് വ്യത്യാസമുണ്ട്. അതായത് സെയിൽസിൻ്റെ പ്രൊപ്പോർഷൻ ഓരോ ടെറിട്ടറിയുടെ വ്യത്യാസം മാത്രമല്ല, ഓരോ സെയിൽസ്മാൻ്റെയും കഴിവിനും വ്യത്യാസമുണ്ട്. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് വർക്കിംഗ് അണ്ടർ ദ സെയിം കണ്ടീഷൻ their yearly sales would be proportionally as follows. നമ്മൾ ഈ 4 പേരെ സെയിം കണ്ടീഷനിൽ ഇട്ടിട്ട് വർക്ക് ചെയ്യിക്കുകയാണെങ്കിൽ അപ്പോൾ അവർക്ക് ഇയർലി അവർ എത്ര പ്രൊപ്പോർഷൻ, എത്ര സെയിൽസ് ഉണ്ടാക്കും എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. ഇത് പ്രൊപ്പോർഷനാണ്. ഇഫ് ദ ക്രൈറ്റീരിയൻ ഈസ് മാക്സിമം എക്സ്പെക്റ്റഡ് ടോട്ടൽ സെയിൽസ്, the intuitive answer is to assign the best salesman to the richest territory. അപ്പോൾ നമുക്ക് മാക്സിമം ടോട്ടൽ സെയിൽസിനെ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ക്രൈറ്റീരിയൻ എങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ബെസ്റ്റ് സെയിൽസ്മെൻ, അതായത് ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തുന്ന ആ സെയിൽസ്മെന്നെ ഏറ്റവും കൂടുതൽ ആനുവൽ സെയിൽ നമുക്ക് നടത്താൻ പറ്റുന്ന ആ ടെറിറ്ററിയിൽ അസൈൻ ചെയ്യിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ മാക്സിമൈസേഷൻ കേസിൽ ഉണ്ടാവേണ്ടത്. The intuitive answer is to assign the best salesman to the richest territory, the next best salesman to the second richest and so on. അങ്ങനെ നമ്മുടെ ബെസ്റ്റ് സെയിൽസ്മാനെ ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്താൻ പറ്റുന്ന ടെറിറ്ററിയിൽ, രണ്ടാമത്തെ ബെസ്റ്റ് സെയിൽസ്മാനെ രണ്ടാമത്തെ റിച്ചസ്റ്റ് ടെറിറ്ററിയിൽ, അങ്ങനെയായിരിക്കണം നമ്മൾ അസൈൻമെൻറ്റ് നടത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഈ പ്രോബ്ലം അസൈൻമെൻറ്റ് പ്രോബ്ലമായിട്ട് സോൾവ് ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്നത് ഓരോ ടെറിറ്ററിയിലും ഉണ്ടാക്കാൻ പറ്റുന്ന, നമ്മളെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആനുവൽ സെയിൽസും, ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് നമ്മളുടെ സെയിൽസ്മാൻമാരുടെ എബിലിറ്റിയുടെ പ്രൊപ്പോർഷനുമാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്, ഇവിടെ നമുക്കൊരു മെട്രിക്സിൻ്റെ ഫോമിലല്ല നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഒരു എഫക്റ്റീവ്നെസ് മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രാക്ഷണൽ വാല്യൂസ് ഒന്നും വരാൻ പാടില്ല ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആനുവൽ സെയിൽസ്, ഒരു വർഷം നമ്മൾ നടത്തുന്ന സെയിൽസായിട്ട് നമ്മൾ 21 സെറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ടു അവോയ്ഡ് ദ ഫ്രാക്ഷണൽ വാല്യൂസ് ഓഫ് ആനുവൽ സെയിൽസ് ഓഫ് ഈച്ച് സെയിൽസ്മാൻ ഇൻ ഈച്ച് ടെറിറ്ററി, കൺസിഡർ ദർ ഇയർലി സെയിൽസ് ആസ് 21. അപ്പം നമ്മൾ ഓരോ സെയിൽസ്മാൻമാരുടെയും ആനുവൽ സെയിൽസ് 21 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ സെയിൽസ് തന്നിരിക്കുന്നത് നമുക്ക് തൗസൻഡ്സിൽ, നമുക്ക് ഇതിലെല്ലാത്തിനെയും 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം നമ്മൾ 1000നെ 1 യൂണിറ്റ് ആയിട്ട് എടുക്കുന്നു. നമ്മൾ ഈ ആനുവൽ സെയിൽസിൻ്റെ അകത്ത് 1000നെ 1 യൂണിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ടെറിറ്ററി 1ൽ 126 യൂണിറ്റ്സ് ഓഫ് സെയിൽസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ ടെറിറ്ററി 2ൽ 105 യൂണിറ്റ്സ് ഓഫ് സെയിൽസ് ആണ് ഉണ്ടാകുന്നത്. ടെറിറ്ററി 3ൽ 84 യൂണിറ്റ് ഓഫ് സെയിൽസും ടെറിറ്ററി 4ൽ 63 യൂണിറ്റ്. ആ യൂണിറ്റ് ആയിട്ട് നമ്മൾ 1000നെ എടുക്കുന്നു. ഇനി നമ്മൾ ഇവിടുത്തെ ഓരോ സെയിലിനെയും, നമ്മളുടെ ഇൻഡിവിജ്വൽ സെയിൽസിനെ നമ്മൾ 21 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. Divide the individual sales in each territory by 21 in order to obtain the required annual sales by each salesman. നമ്മളിതിനെ 21 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ സെയിൽസ്മെനും ഒരു ഇയറിൽ ഈ ടെറിട്ടറിയിൽ എത്ര സെയിൽ ഉണ്ടാക്കണമായിരുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഓരോന്നിനെയും, നമ്മളിപ്പോൾ ഇതിനെ 126 യൂണിറ്റ് എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 126നെ നമ്മൾ 21 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ് നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത്, നമ്മുടെ മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6543. നമ്മുടെ 126, 105, 84, 63 ഇതിനെ 4നെ നമ്മൾ 21 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഇത്. ഇനി നമ്മൾ മാക്സിമം സെയിൽസ് മെട്രിക്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ. നമ്മളിവിടെ മാക്സിമം സെയിൽസ് മെട്രിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് കിട്ടി നമ്മുടെ ഒരു സെയിൽസ്മാൻ ഈ ടെറിറ്ററി 1ൽ ഉണ്ടാക്കേണ്ട ആനുവൽ സെയിൽസ് 6 ആണ്. അതുപോലെ തന്നെ പേഴ്സൺ എയുടെ, സെയിൽസ്മാൻ എയുടെ
സെയിൽസ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ എ ടെറിട്ടറി 1 പോയിരുന്നെങ്കിൽ എ അവിടെ ടെറിട്ടറി 1 ഉണ്ടാക്കുന്ന ആനുവൽ സെയിൽ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 7 × 6 ചെയ്യുന്നു. അപ്പോൾ അതാണ് നമുക്ക് 42 എന്ന് കിട്ടുന്നത്. അതുപോലെ എ ടെറിട്ടറി 2 ചെയ്യുന്ന സെയിൽസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 7 × 5 ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഈ മെട്രിക്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ എഫക്റ്റീവ്നെസ് മെട്രിക്സ് നമുക്ക് കിട്ടി. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നത് സെയിൽസ് ആയതുകൊണ്ട് നമുക്കിവിടുത്തെ സെയിൽ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പം നമുക്കിവിടെ തന്നിരിക്കുന്ന ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലമാണ്. അപ്പോൾ അതിനെ മിനിമൈസേഷൻ പ്രോബ്ലമായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മെട്രിക്സിൽ നമ്മൾ രണ്ടാമത് പറഞ്ഞിരുന്ന മെത്തേഡാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഈ മെട്രിക്സിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടുത്തെ ഏറ്റവും വലിയ വാല്യൂ ഏതാണ്? 42 ആണ് അല്ലേ? ഇപ്പോൾ ഈ മെട്രിക്സിലുള്ള ഏറ്റവും വലിയ വാല്യൂ 42 ആണ്. അപ്പോൾ ഈ മെട്രിക്സിലെ ഓരോ എൻട്രിയെയും നമ്മൾ 42 നിന്ന് മൈനസ് ചെയ്യും. അപ്പോൾ ആദ്യമത്തേത് കിട്ടുന്നത് നമുക്ക് 42 - 42. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. അടുത്തത് 42 - 35. അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 7 ആയിരിക്കും. അതുപോലെ തന്നെ അടുത്തത് 42 - 28. അത് 14 ആയിരിക്കും. അടുത്തത് 42 - 21. അത് 21 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അടുത്ത റോയിൽ ഈ ഫുൾ മെട്രിക്സ് ഫുൾ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അടുത്തതിൻ്റെ നമ്മൾ ചെയ്യേണ്ടത് 42 - 30 എത്രയാണ്? 12 ആയിരിക്കും. അങ്ങനെ നമ്മൾ ഇതിൽ ഓരോന്നും നമ്മൾ 42 നിന്ന് മൈനസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇത്. ആ മെട്രിക്സ് ആണ് ഈ കാണുന്നത്. എല്ലാത്തിനെയും നമ്മുടെ ഈ പ്രീവിയസ് മെട്രിക്സിലുണ്ടായിരുന്ന ഓരോ എൻട്രീനെ നമ്മൾ 42 നിന്ന് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സാണിത്. ഇനി നമുക്ക് ഇവിടെ യൂഷ്വൽ ഹംഗേറിയൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ യൂഷ്വൽ ഹംഗേറിയൻ മെത്തേഡ് അപ്ലൈ ചെയ്യാനായിട്ട് ആദ്യമേ എന്താ ചെയ്യുന്നത്? നമ്മൾ റോയിലെ മിനിമം നോക്കും, ആ മിനിമത്തിലെ എല്ലാത്തിൽ നിന്നും മൈനസ് ചെയ്യും. അങ്ങനെ ഓരോ റോസും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കോളംസ് നോക്കും, കോളംസിലെ മിനിമം നോക്കിയിട്ട് നമ്മൾ ആ മിനിമത്തിലെ എല്ലാ വാല്യൂയിൽ നിന്നും മൈനസ് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് ഈ മെട്രിക്സ്. നമ്മൾ റോ മിനിമവും കോളം മിനിമവും മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ലാസ്റ്റായിട്ട് കിട്ടുന്ന മെട്രിക്സ് ആണിത്. ഇനി നമുക്കിവിടെ അസൈൻമെൻറ്റ് കൊടുത്തു തുടങ്ങാം അല്ലേ? ഇത്രയും കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അസൈൻമെൻറ്റ് കൊടുത്തു തുടങ്ങാം. അസൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഫസ്റ്റ് റോ നോക്കുന്നു. ഫസ്റ്റ് റോയിൽ ഒരു 0 മാത്രമേ ഉള്ളൂ. നമ്മളപ്പോൾ ആ 0 സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ കോളത്തിലുള്ള ബാക്കി 0 എല്ലാത്തിനെയും കട്ട് ചെയ്ത് കളയുന്നു. സെക്കൻഡ് റോയിൽ 0 ഒന്നുമില്ല, തേർഡ് റോയിൽ 0 ഒന്നുമില്ല. ഫോർത്ത് റോ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെ നമുക്ക് 3 0 ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോർത്ത് റോ കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് കോളം നോക്കുന്നു. കോളം 1 അസൈൻമെൻറ്റ് ഉണ്ട്. കോളം 2 ഒരു 0 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനെ സെലക്ട് ചെയ്യുന്നു. അതിൻ്റെ റോയിലുള്ള ബാക്കി 0 എല്ലാം ക്യാൻസൽ ചെയ്ത് കളയുന്നു. ഇപ്പോൾ നോക്കിക്കേ, നമ്മുടെ 0 എല്ലാം അസൈൻമെൻറ്റും ക്യാൻസൽഡ് ഓഫ് ഒക്കെ ആയി. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് ഒരു 0 അസൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ആകെ 2 അസൈൻമെൻറ്റേ കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്കത് പോരാ, നമുക്ക് ബാക്കി അസൈൻമെൻറ്റ് കിട്ടണം. അപ്പോൾ ബാക്കി അസൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എല്ലാ 0 കവർ ചെയ്യുന്ന രീതിയിലുള്ള ഹൊറിസോണ്ടലും വെർട്ടിക്കലും ലൈൻസ് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് വരയ്ക്കാനായിട്ടുള്ള രീതി ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മളവിടെ ടിക്ക് മാർക്ക്, അസൈൻമെൻറ്റ് ഇല്ലാത്ത റോസ് ടിക്ക് മാർക്ക് കൊടുക്കുക. അങ്ങനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ നമ്മളിവിടെ വെർട്ടിക്കലും ഹൊറിസോണ്ടലും ആയിട്ടുള്ള ലൈൻ വരച്ചു. ഇനി ഇവിടുത്തെ മിനിമം നോക്കണം. ഇവിടുത്തെ മിനിമം 1 ആണ്. അപ്പോൾ അതിന് ഇവിടെ ഇൻ്റർസെക്ഷൻ വരുന്നിടത്ത് ആഡ് ചെയ്യണം. ബാക്കി ഇവിടെ ഒരു ലൈനും വരാത്തടത്ത് നിന്ന് എല്ലായിടത്തു നിന്ന് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടുന്ന മെട്രിക്സ് ആണിത്. ഇങ്ങനെ കിട്ടുന്ന മെട്രിക്സിൽ നമ്മൾ വീണ്ടും അസൈൻമെൻറ്റ് കൊടുക്കണം. അങ്ങനെ അസൈൻമെൻറ്റ് കൊടുത്തപ്പോൾ നമുക്കവിടെ 3 അസൈൻമെൻറ്റേ വന്നുള്ളൂ. നമുക്ക് 4 അസൈൻമെൻറ്റ് വരണമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനിയും ഈ പറഞ്ഞിരുന്ന രീതിയിൽ തന്നെ ലൈൻസ് വെച്ചിട്ട് ഇതിനെ നമ്മൾ മുഴുവൻ 0 മൂടുന്ന പോലെയുള്ള നമ്മൾ ലൈൻസ് വരയ്ക്കണം. മുഴുവൻ 0 നമ്മൾ ഉൾക്കൊള്ളുന്ന പോലെയുള്ള ലൈൻസ്, ഹൊറിസോണ്ടലും വെർട്ടിക്കലും ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും ഈ പറയുന്നത് പോലെ തന്നെ മിനിമം കണ്ടുപിടിക്കുക. ഇവിടെ ഇൻ്റർസെക്ഷൻ വരുന്നിടത്തൊക്കെ ആഡ് ചെയ്യുക, ബാക്കിയുള്ളതിടത്തു നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണിത്. ഇവിടെ നമ്മൾ അസൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് റോയിൽ ഒരു 0 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു അസൈൻമെൻറ്റ് കൊടുത്തു. അതിൻ്റെ കോളത്തിലുള്ള ബാക്കി 0 നമ്മൾ ക്രോസ് ഓഫ് ചെയ്ത് കളഞ്ഞു. സെക്കൻഡ് റോ നോക്കിക്കേ, സെക്കൻഡ് റോയിൽ 2 എണ്ണം ഉണ്ട്, അവിടെ കൊടുക്കാൻ പറ്റത്തില്ല. തേർഡ് റോയിൽ 2 എണ്ണം ഉണ്ട്, അവിടെ കൊടുക്കാൻ പറ്റത്തില്ല. ഫോർത്ത് റോയിലും 2 എണ്ണം ഉണ്ട്, അവിടെയും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കോളംസ് നോക്കുന്നു. കോളംസ് ഫസ്റ്റ് കോളത്തിൽ ഓൾറെഡി ഉണ്ട്. സെക്കൻഡ് കോളത്തിൽ 2 0 ഉണ്ട്, അവിടെ പറ്റത്തില്ല. തേർഡ് കോളത്തിൽ 3 0 ഉണ്ട്, അവിടെ പറ്റത്തില്ല. അപ്പോൾ ഫോർത്ത് കോളം നോക്കി ഒരു 0 ഉള്ളൂ, അതിനെ സെലക്ട് ചെയ്തു. അതിൻ്റെ റോയിലുള്ളതിന് നമ്മൾ ക്രോസ് ഓഫ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ബാക്കി 0 മിച്ചം കിടക്കും. അപ്പോൾ നമ്മൾ പിന്നെയും വന്ന് നോക്കണം. റോസ് വൈസ് നോക്കുന്നു. റോസ് വൈസ് നോക്കുമ്പോൾ ഫസ്റ്റ് റോയിൽ അസൈൻമെൻറ്റ് വന്നിട്ടുണ്ട്, നോക്കണ്ട. സെക്കൻഡ് റോയിൽ 2 എണ്ണം ഉണ്ട്, തേർഡ് റോയിൽ 2 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ അപ്പോൾ അവിടെ റോ വൈസ് നമുക്കിനി ഒന്നും സെലക്ട് ചെയ്യാനായിട്ടും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വീണ്ടും കോളം വൈസ് നോക്കണം. കോളം വൈസ് നോക്കുമ്പോൾ നമ്മൾ 2 കോളംസിലും 2 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോളം വൈസും അവിടെ ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസ് വരുമ്പോഴാണ് നമുക്കിവിടെ മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുന്നത്.
നമ്മളിപ്പോൾ ഇവിടെ ആർബിറ്ററി ആയിട്ട് ഏതെങ്കിലും ഒരു സീറോനെ ചൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ ആർബിറ്ററി ആയിട്ട് ഈ സീറോനെ ചൂസ് ചെയ്യുന്നു. അപ്പം ഞാനിവിടെ ഈ സീറോനെ സെലക്ട് ചെയ്യുകയും ഈ സീറോനെ ക്രോസ് ഓഫും ചെയ്ത് കളഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഈ റോയിൽ നമ്മൾ കഴിഞ്ഞു. അപ്പം നമ്മൾ അടുത്ത റോ നോക്കുമ്പോഴത്തേക്ക് അടുത്തതായിട്ട് നമുക്ക് ഇവിടെ അസൈൻമെൻറ്റ് കൊടുക്കായിരുന്നു. അവിടെ അസൈൻമെൻറ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ കോളത്തിലുള്ള എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയായിരുന്നു. അപ്പോൾ ഇതാണ് ഒരു അസൈൻമെൻറ്റ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ രീതിയിൽ കിട്ടും. ഞാൻ ആർബിറ്ററി ആയിട്ട് ഈ സീറോ ചൂസ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ അതിൻ്റെ കോളത്തിലുള്ള സീറോനെ ക്രോസ് ഓഫും ചെയ്ത് കളഞ്ഞു കഴിഞ്ഞപ്പം നമുക്ക് കിട്ടുന്ന അസൈൻമെൻറ്റാണ് ഈ അസൈൻമെൻറ്റ്. അപ്പോൾ ഈ അസൈൻമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇത്. എനെ നമ്മൾ 1ലേക്ക് ചൂസ് ചെയ്ത് കൊടുത്തു, ബീനെ 2ന് കൊടുത്തു, സീനെ 3ക്ക് കൊടുത്തു, ഡീന് 4ന് കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ വാല്യൂ ആണ് ഈ 99 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടി. നമുക്ക് മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷനാണെന്ന് പറഞ്ഞു. നമ്മൾ അതിൽ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ കിട്ടി. നമുക്കിനി വേറെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാമായിരുന്നു? അപ്പോൾ ഈ സീറോ സെലക്ട് ചെയ്യുന്നതിന് പകരം ഞാൻ ഈ സീറോനെ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ആ സീറോനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ കോളത്തിലുള്ളതിനെ ക്രോസ് ഓഫ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത്തെ റോയിലേക്ക് വരുമ്പോൾ ഞാൻ ഈ സീറോനെ സെലക്ട് ചെയ്യും, എന്നിട്ട് ഇതിനെയും ക്രോസ് ഓഫ് ചെയ്ത് കളയും. അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ രീതിയിലുള്ള അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അസൈൻമെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ എനെ 1ന് തന്നെ കൊടുക്കുന്നു, ബീനെ 3ക്ക് കൊടുക്കുന്നു, സീനെ 2ന് കൊടുക്കുന്നു, ഡീനെ 4ന് കൊടുക്കുന്നു. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ 99 തന്നെയായിരിക്കും. അതായത് നമുക്ക് രണ്ട് രീതിയിൽ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്ന നമ്മുടെ ടോട്ടൽ വാല്യൂ 99 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് അൺബാലൻസ്ഡ് അസൈൻമെൻറ്റ് പ്രോബ്ലം. അൺബാലൻസ്ഡ് അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുമ്പം the Hungarian method for solving an assignment problem requires that the number of columns and rows in the assignment matrix should be equal. നമ്മുടെ ഒരു അസൈൻമെൻറ്റ് പ്രോബ്ലം ബാലൻസ്ഡ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിട്ടാണ് വരേണ്ടത്. However, when the given cost matrix is not a square matrix, the assignment problem is called an unbalanced problem. അതായത് നമുക്ക് തന്നിരിക്കുന്ന കോസ്റ്റ് മെട്രിക്സ് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള മെട്രിക്സ് അല്ലെങ്കിൽ, അതായത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ അല്ലെങ്കിൽ ആണ് നമ്മൾ ഒരു അസൈൻമെൻറ്റ് പ്രോബ്ലത്തിന് അൺബാലൻസ്ഡ് പ്രോബ്ലം എന്ന് വിളിക്കുന്നത്. ഇൻ സച്ച് കേസസ് ബിഫോർ അപ്ലൈയിങ് ഹംഗേറിയൻ മെത്തേഡ്, ഡമ്മി റോസ് ഓർ കോളംസ് ആർ ആഡഡ് ഇൻ ദ മെട്രിക്സ് ഇൻ ഓർഡർ ടു മേക്ക് ദ മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം അല്ലെങ്കിൽ നമ്മുടെ ഡമ്മി റോസോ അല്ലെങ്കിൽ ഡമ്മി കോളംസോ ഏതാണോ നമുക്ക് സിറ്റുവേഷന് ചൂസ് ചെയ്യുന്ന യോജിക്കുന്ന വിധത്തിൽ നമ്മുടെ ഡമ്മി റോ ആണോ ഡമ്മി കോളം ആണോ ഏതാണോ കൊടുക്കേണ്ടത് അത് നമ്മൾ കൊടുത്തിട്ട് നമ്മൾ അതിലൊരു സ്ക്വയർ മെട്രിക്സ് ആക്കും. സ്ക്വയർ മെട്രിക്സ് ആക്കി കഴിയുമ്പോഴത്തേക്കും നമുക്കതിനെ സോൾവ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നമ്മൾ ഡമ്മി റോയും ഡമ്മി കോളും ആഡ് ചെയ്യുമ്പം അതിൻ്റെ അകത്തുള്ള എലമെൻറ്റ്സ് ആയിട്ട്, ആ ഡമ്മി റോയിലെ എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ സീറോസ് ആണ് ഇടുന്നത്. ഡമ്മി റോയിൽ എല്ലായിടത്തും നമ്മൾ എലമെൻറ്റ്സ് ആയിട്ട് സീറോസിന് ഇടുന്നു. എന്നിട്ട് നമ്മൾ യൂഷ്വൽ മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാണ് അൺബാലൻസ്ഡ് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെയുള്ള ഒരെണ്ണം എന്ന് പറയുന്നത് റെസ്ട്രിക്ഷൻസ് ഓൺ അസൈൻമെൻറ്റ്സ് ആണ്. അതെന്ന് പറയുന്നത് സംടൈംസ് ഇറ്റ് മേ ഓൾസോ ഹാപ്പൻ ദാറ്റ് എ പർട്ടിക്കുലർ റിസോഴ്സ് cannot be assigned to a particular activity. നമുക്ക് ചില പ്രോബ്ലംസിൽ നമ്മളോട് ഇങ്ങനെ പറയും, ഈ പറയുന്ന റിസോഴ്സ് ഈ ആക്ടിവിറ്റിക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതായത് ഇപ്പം ഒരു പേഴ്സൺ ആണെങ്കിൽ ഈ പേഴ്സണിന് ആ ജോലി ചെയ്യാൻ അറിയത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ പേഴ്സണിനെ ആ ജോലിയിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ ഇൻ സച്ച് കേസസ് ദ കോസ്റ്റ് ഓഫ് പെർഫോമിംഗ് ദാറ്റ് പർട്ടിക്കുലർ ആക്ടിവിറ്റി ബൈ എ പർട്ടിക്കുലർ റിസോഴ്സ് ഈസ് കൺസിഡേർഡ് ടു ബി വെരി ലാർജ്, so that the probability the entry of this pair resource activity into the final solution, so as to prohibit the entry of this pair of resource activity into the final solution. അപ്പം നമ്മൾ അങ്ങനെയുള്ള കേസിൽ നമ്മളിപ്പോൾ പറഞ്ഞു അസൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ നമ്മൾ അവിടെ ഒരു ലാർജ് പോസിറ്റീവ് വാല്യൂ കൊടുക്കും. ഒന്നെങ്കിൽ ക്യാപിറ്റൽ എം അല്ലെങ്കിൽ ഇൻഫിനിറ്റി, ഇതിലേതെങ്കിലും ഒരെണ്ണം നമ്മൾ അവിടെ കൊടുക്കും. നമ്മൾ മിനിമൈസേഷൻ പ്രോബ്ലം ചെയ്യുന്നതുകൊണ്ട് നമ്മളവിടെ ലാർജ് പോസിറ്റീവ് വാല്യൂ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ പറയുന്ന കോളത്തിൻ്റെ എൻട്രീനെ നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ ഒരു ലാർജ് പോസിറ്റീവ് വാല്യൂ കൊടുക്കുമ്പോൾ ആ പറയുന്ന കോളത്തിന് അസൈൻമെൻറ്റ് കോളായിട്ട് വരാനായിട്ടുള്ള പ്രോബബിലിറ്റീനെ നമ്മൾ പ്രൊഹിബിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ലാർജ് വാല്യൂ കൊടുക്കുന്നതുകൊണ്ട് അതിനി ഒരിക്കലും നമ്മുടെ മിനിമൈസേഷൻ പ്രോബ്ലത്തിൽ ഒപ്റ്റിമൽ സൊല്യൂഷനായിട്ട് വരത്തില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു ആൾക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റത്തില്ല, അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ ദ മോഡിഫിക്കേഷൻ ഓഫ് എ പ്ലാന്റ് ലേഔട്ട് ഓഫ് എ ഫാക്ടറി
4 new machines M1, M2, M3 and M4 are to be installed in a machine shop. ഒരു ഫാക്ടറി മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 4 പുതിയ മെഷീൻസ് വാങ്ങിച്ചു. അപ്പോൾ അതിനെ നമുക്ക് മെഷീൻ ഷോപ്പിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് 5 വേക്കൻറ്റ് പ്ലേസസ് ഉണ്ട്, ABCD ആൻഡ് E. 5 വേക്കൻറ്റ് പ്ലേസസും ഉണ്ട്, 4 മെഷീനറീസും ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് ഒരു അൺബാലൻസ്ഡ് പ്രോബ്ലം ആണെന്ന് മനസ്സിലായി. അത് ഉണ്ട്. പിന്നെ ബിക്കോസ് ഓഫ് ലിമിറ്റഡ് സ്പേസ് മെഷീൻ M2 cannot be placed at C ആൻഡ് M3 cannot be placed at A. നമ്മുടെ സ്പേസിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് M2 എന്ന് പറയുന്ന മെഷീനെ C എന്ന് പറയുന്ന പ്ലേസിലും വെക്കാൻ പറ്റത്തില്ല, M3 എന്ന് പറയുന്ന മെഷീനെ A എന്ന് പറയുന്ന പ്ലേസിലും വെക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് 2 റെസ്ട്രിക്ഷൻസും തന്നിട്ടുണ്ട്. The cost of locating a machine at a place is as follows. ഒരു മെഷീൻ ഈ പറഞ്ഞ ഓരോ ലൊക്കേഷൻസിലും വെക്കേണ്ടപ്പോൾ ഉള്ള കോസ്റ്റാണ് ഈ തന്നിരിക്കുന്ന മെട്രിക്സിലുള്ളത്. അപ്പോൾ ഫൈൻഡ് ദ ഒപ്റ്റിമൽ അസൈൻമെൻറ്റ് ഷെഡ്യൂൾ. നമ്മളിതിൻ്റെ ഒപ്റ്റിമൽ അസൈൻമെൻറ്റ് ഷെഡ്യൂളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 2 കണ്ടീഷൻസാണ് ഉള്ളത്. ഒന്നാമത്തേത് നമുക്ക് 2 പ്ലേസസിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. M2 എന്ന് പറയുന്നത് C എന്ന് പറയുന്ന പ്ലേസിലും വെക്കാൻ പറ്റത്തില്ല, M3 എന്ന് പറയുന്നത് A എന്നുള്ള പ്ലേസിലും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ 2 റെസ്ട്രിക്ഷൻസും ഉണ്ട്. പിന്നെ ഈ പ്രോബ്ലം ബാലൻസ്ഡും അല്ല. അപ്പോൾ നമ്മളിവിടെ റെസ്ട്രിക്ഷൻസ് നോക്കുവാണെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉള്ളപ്പോൾ നമ്മൾ അവിടെ ലാർജ് പോസിറ്റീവ് വാല്യൂ ഇട്ട് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? വെരി ലാർജ് വാല്യൂ M ഓർ ഇൻഫിനിറ്റി. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എൻട്രി തടയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ 2 പ്ലേസിൽ നമ്മൾ ക്യാപിറ്റൽ M ഇട്ട് കൊടുക്കുകയാണ്, ലാർജ് പോസിറ്റീവ് വാല്യൂ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 5 ലൊക്കേഷൻസും ഉണ്ട്, പക്ഷേ 4 മെഷീനറിയേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലം ബാലൻസ്ഡ് അല്ല. ഇത് ബാലൻസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്കൊരു ലൊക്കേഷൻ മാറ്റിക്കളയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അതായത് നമുക്ക് 5 ലൊക്കേഷൻ ഉണ്ടായിരുന്നതിനെ 4 ലൊക്കേഷനാക്കി മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് ആകെ പറ്റുന്നത് ഒരു മെഷീനറിയും കൂടെ ഉണ്ടായിരുന്നു എന്ന് അസ്യൂം ചെയ്യാനായിട്ടേ നമുക്ക് പറ്റൂ. അങ്ങനെ ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ M5 എന്നുള്ളൊരു മെഷീനറി ഉണ്ടായിരുന്നു എന്ന് അസ്യൂം ചെയ്യുവാണ്. അപ്പോൾ അവിടെയുള്ള കോസ്റ്റുകളെല്ലാം നമ്മൾ 0 ആയിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു മെഷീനറി M5 എന്ന് ഒരു മെഷീനറിയും കൂടി എടുക്കുന്നു. ഇനി അതിൻ്റെ കോസ്റ്റ് എല്ലാം 0 ആയിട്ട് എടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്കുണ്ടായിരുന്ന 2 പ്രോബ്ലംസ് സോൾവ് ചെയ്തു. റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നതിന് പോസിറ്റീവ് വാല്യൂ കൊടുത്തു, ബാലൻസ്ഡ് അല്ലാത്ത പ്രോബ്ലത്തിനെ നമ്മൾ ബാലൻസ്ഡ് ആക്കി. ഇനി നമ്മളിതിനെ യൂഷ്വൽ ഹംഗേറിയൻ മെത്തേഡ് വഴി സോൾവ് ചെയ്താൽ മതി. ഇത് നമ്മളിവിടുന്ന് മിനിമം കണ്ടുപിടിക്കണം. മിനിമം കണ്ടുപിടിച്ചിട്ട് എന്നല്ലാത്തിൽ നിന്ന് മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ കോളംസിലെ മിനിമം കണ്ടുപിടിച്ചിട്ട് അതിനെ മൈനസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അസൈൻമെൻറ്റ്സ് കൊടുക്കണം. അസൈൻമെൻറ്റ് കൊടുത്തു കഴിയുമ്പം നമുക്കിവിടെ 5 അസൈൻമെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒപ്റ്റിമൽ സൊല്യൂഷൻ ഏതാണ്? M1 എന്ന് പറയുന്ന മെഷീൻ A എന്ന് പറയുന്ന പ്ലേസിൽ വെക്കും, M2 എന്ന് പറയുന്ന മെഷീൻ B എന്ന് പറയുന്ന പ്ലേസിൽ വെക്കും, M3 എന്ന് പറയുന്ന മെഷീൻ E എന്ന് പറയുന്ന പ്ലേസിലും വെക്കും, M4 എന്ന് പറയുന്ന മെഷീൻ D എന്ന് പറയുന്ന പ്ലേസിലും വെക്കും. C എന്നുള്ള പ്ലേസ് വേക്കൻ്റ് ആയിട്ട് കിടക്കും. അവിടെ M5 എന്നുള്ള അസൈൻമെൻ്റ് ആണ് നമുക്ക് കിട്ടിയിരുന്നത്. പക്ഷേ M5 എന്നുള്ള മെഷീനറി നമ്മളായിട്ട് അസ്യൂം ചെയ്ത് എടുത്ത ഒരു മെഷീനറിയാണ്. അപ്പോൾ C എന്ന് പറയുന്ന പ്ലേസ് വേക്കൻ്റ് ആയിട്ട് കിടക്കും, Aയും Bയും Dയും Eയും ഒക്കുപ്പൈഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ കോസ്റ്റാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് റെസ്ട്രിക്ഷൻസോ അല്ലെങ്കിൽ അൺബാലൻസ്ഡ് പ്രോബ്ലമോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അസൈൻമെൻറ്റ് പ്രോബ്ലത്തിൽ മുമ്പോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ താങ്ക് യു.